ട്രംപിന്റെ തീരുവ ഇന്ത്യക്ക് ആദ്യം 25, പിന്നെ വീണ്ടും 25 ആക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ് കാരണം പറയുന്നത്. പിന്നെ അത് 500 ആക്കും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ ട്രംപ് ഇങ്ങനെ തീരുവ ഉയർത്തുന്നു കൂട്ടുന്നു, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഇപ്പോൾ ഇന്നലെ യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് ഈ അമേരിക്കയുമായി സഖ്യം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പോലും തീരുവ ഉയർത്തുന്ന ഒരു രീതിയാണ് ട്രംപ് എടുക്കുന്നത്. പക്ഷെ ഇന്ത്യ പറയുന്നത് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് വിഷയമല്ല. ഈ തീരുവയിൽ ട്രംപിനെ മുഴുവൻ പരാജയപ്പെടുത്തി ട്രംപിന്റെ ആപ്പീസ് പൂട്ടി താക്കോൽ എടുത്തിരിക്കുന്നതെന്നാണ് കേട്ടത്. എങ്ങനെയാണ് ഇന്ത്യക്ക് ഇത് സാധിച്ചത്? ഈ ജനുവരി 26-ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ആഘോഷിക്കാൻ പോകുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു കാര്യം, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം തന്നെയായിരിക്കും. ഔദ്യോഗികമായിട്ട് നമ്മളൊന്നും പറയത്തില്ല, എന്നാലും അതൊരു അഭിമാനമായിട്ട് വരും. കാരണം അമേരിക്കയെ മുട്ടുകുത്തിച്ച് കേൾക്കുമ്പോൾ ചിലർക്ക് അങ്ങ് ചൊറിഞ്ഞ് കയറും കേട്ടോ. നമ്മുടെ ഈ അമേരിക്കയുടെ ആൾക്കാർ ഇന്ത്യക്കകത്തുണ്ട്, ഇവിടെ അങ്ങ് ജീവിക്കുന്നേ. ട്രംപിനെ അവരെല്ലാം പറഞ്ഞാൽ ഒന്ന് കാണിച്ചോളോ മറ്റോ. പക്ഷെ പൂട്ടി കേട്ടോ, പൂട്ടി താക്കോലെടുത്ത് നരേന്ദ്രമോദി. അത് നരേന്ദ്ര വിജയം തന്നെയാണ്. കാരണം നമുക്കറിയാമല്ലോ, ഈ തുടക്കം ഒരുപക്ഷെ റഷ്യൻ എണ്ണ കയറ്റുമതിയുടെ സമയം വെച്ചായിരുന്നു, കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു അല്ലേ ആദ്യമായിട്ട് ഇദ്ദേഹം പറയുന്നത്. കാരണം പറഞ്ഞത് റഷ്യയുടെ എണ്ണ ഇറക്കുമതി ചെയ്താൽ അധിക താരിഫ് ഏർപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് 20% താരിഫ് അടിച്ചു, ശേഷം പുള്ളി പെനാൽറ്റി ആയിട്ട് 50% താരിഫ് അടിച്ചു. ഈ സമയത്തൊക്കെ നമ്മൾ ഈ ഓരോ താരിഫ് അടിക്കുന്ന സമയത്തും നമ്മൾ അന്ന് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുക, കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യായിരുന്നു. അപ്പം ആ രീതിയിലേക്ക് വന്നിട്ട് ഏതാണ്ട് 2025 ആഗസ്റ്റിലാണ് ഈ തീരുവയായിട്ട് വന്നത്. അപ്പോൾ അത് ഇതിനകത്ത് വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ 17% ഇന്ത്യയുടെ കയറ്റുമതിയുള്ള രാജ്യം അമേരിക്ക. നിസ്സാരമായിട്ടല്ല, കോടാനുകോടി രൂപ ഈയിടെ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പം നമ്മളൊന്നും അനങ്ങിയില്ല, നമ്മൾ അവിടുന്ന് വീണ്ടും സാധനം ഇറക്കിക്കൊണ്ടിരുന്നു. ഇത് ജയശങ്കറൊക്കെ വളരെ കൃത്യമായിട്ട്, ജയശങ്കറാണല്ലോ എല്ലാത്തിനും മറുപടി പറയുന്നത്. നരേന്ദ്രമോദിയേക്ക് ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ നയം, അദ്ദേഹത്തിൻ്റെ നയം ഒരുപക്ഷെ ഇങ്ങനെയാണെന്ന് ജയശങ്കറിനെ വിളിച്ചിരുത്തി പറഞ്ഞാൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു 500 ഇരട്ടി ഗുണത്തിലാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നതും അല്ലെങ്കിൽ ചെയ്യുന്നതും. ഇന്ന് പീയൂഷ് ഗോയലും ഒക്കെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് അതിനുശേഷം ഇവിടെ പാർലമെൻറ്റ് ഒരു ബില്ലും കൂടെ പാസ്സാക്കി. പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിൻസി ഗ്രാം പാസ്സാക്കിയ ബില്ലെന്ന് പറഞ്ഞാൽ ഇനിയും റഷ്യയുമായിട്ട് വ്യാപാരം നടത്തുന്ന ആൾക്കാർക്ക് 500% താരിഫ്. അപ്പോൾ നമുക്ക് താരിഫായല്ലോ, നമ്മൾ അവിടുന്ന് റഷ്യയിൽ എണ്ണ എത്തിക്കൊണ്ടിരിക്കും. പിന്നെ വേറെ കാര്യം കൂടെ ചെയ്തു, ഇതും നടക്കാതെ വന്നപ്പോൾ താരിഫാണെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഇവരെ പോയി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, നാറ്റോ യൂണിയൻ രാജ്യങ്ങളെടുത്ത് പറഞ്ഞപ്പോഴും താരിഫ് ഏർപ്പെടുത്തണം, ഞങ്ങൾ ഇതുപോലെ ഏർപ്പെടുത്തി റഷ്യയുമായിട്ടുള്ള വിഷയം. അവർ പറഞ്ഞത് പാടാ, ഞങ്ങൾക്ക് അവരുമായിട്ട് വ്യാപാര ബന്ധമുള്ളതാണ്, ഒക്കെ പാടാ ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞ് അവർ G7 രാജ്യങ്ങൾ പോയി. അപ്പം ഇത് വന്നപ്പോൾ ഇത് നടക്കാൻ വന്നപ്പോൾ ചില കമ്പനികൾക്കെതിരെ കൊടുക്കുന്ന കമ്പനികൾക്കെതിരെ, റഷ്യൻ കമ്പനികൾക്കെതിരെ, ഓർമ്മയുണ്ടായിരുന്നു, ഇവിടെ കൊടുക്കുന്നതിനെതിരെ അവർക്കെതിരെ ബാൻ ഏർപ്പെടുത്തി മാത്രമല്ല, പിന്നെ രണ്ടാമത് കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളുടെയും കയ്യിലാണ് ഈ ലോകത്തുള്ള ഈ കപ്പലുകളുടെ മൊത്തം ഇൻഷുറൻസ്. അറിയാം, അത് അവർ ഇൻഷുറൻസ് ഇപ്പോൾ അവിടുന്ന് ഒരു കപ്പൽ സാധനം ഇങ്ങോട്ട് കയറി വരിക, ക്രൂഡ് ഓയിൽ കയറി വരിക, ഔദ്യോഗികമായിട്ട് കയറി വരിക. ഈ ഇൻഷുറൻസ് കപ്പലിന് അന്നേരം ഓരോ ട്രിപ്പിനാണ് എടുക്കുന്നത്. അന്നേരം ഇൻഷുറൻസ് കൊടുക്കേണ്ട ഈ പാശ്ചാത്യ രാജ്യങ്ങളാണ്. ഇൻഷുറൻസ് കൊടുത്തില്ല ആരെങ്കിലും കയറ്റുമോ? നമ്മൾ അംഗീകരിക്കും. വഴി വെച്ചിട്ടായാലും കടൽ കൊള്ളക്കാരോ അല്ലെങ്കിൽ കപ്പൽ മുങ്ങുന്ന ഒരു അവസ്ഥ വന്നാൽ ചില്ലറ പൈസയാണ്, 45 പൈസ 55 പൈസ ഒന്നും അല്ലല്ലോ, കോടികളാണല്ലോ അവിടുന്ന് ഇവിടെ സാധനം. അപ്പം അതിന് ഇൻഷുറൻസ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞത് അപ്പോഴത്തേനും പിന്നെ കപ്പൽ എങ്ങനെ വരുന്നത്? അപ്പം റഷ്യയുടെ ചില ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് മോദി പറഞ്ഞ് ഇവിടെ ഇതുണ്ടാക്കിയിട്ട് അതിന് ഗ്യാരണ്ടി കൊടുത്തു, ഞങ്ങളുടെ കപ്പലെ സാധനം കൊണ്ടുവന്നു. അവിടെയും പൊളിഞ്ഞു. ഇവിടെ സാധനം വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് പോലും 35% കൂടുതൽ കയറ്റുമതി ഇവിടുത്തെ പത്രങ്ങളൊക്കെ എഴുതി മോദി തീർന്നു, മോദി വരണ്ടു. ഞാൻ പറഞ്ഞിട്ട് ഇതുള്ള നിർത്തിയായിരുന്നു. റിലയൻസുകാരിടയ്ക്ക് വെച്ച് 2 കമ്പനികളുടെ തിട്ടൂരം വന്നപ്പോൾ അവർ നിർത്തി. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് വേറെ പല ബിസിനസ്സുകളും അമേരിക്കയുമായിട്ടുണ്ട്. അപ്പോൾ അതിനെ ബാധിക്കുന്നു. ഇപ്പോൾ രണ്ടാമത് എന്നവർ റിലയൻസിൻ്റെ അടുത്ത് അതറിഞ്ഞായിരുന്നു. രണ്ടാമത് റിലയൻസ് ഈ കമ്പനിയായിട്ട് എണ്ണ എടുക്കാൻ ചെന്ന് പറഞ്ഞാൽ നിനക്ക് എണ്ണ ഇല്ലടേ, നിനക്ക് എണ്ണയുണ്ട്, സബ്സിഡി ഇല്ല, തീർന്നില്ലേ. ബാക്കി ഇന്ത്യൻ ഭാരത് പെട്രോളിനും ഇന്ത്യൻ മറ്റേവർക്കും ഒക്കെ സബ്സിഡി ഇനത്തി കൊടുക്കുമ്പോൾ സബ്സിഡി ഇപ്പോൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ അതായത് ആപത്ത് ഘട്ടത്തിൽ ഇയാൾ പോയില്ല. അതിന് റിലയൻസിനെ കുറ്റം പറയാനൊക്കെ. പക്ഷേ മറ്റേ ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ലോക നിലവാരത്തിലുള്ള കമ്പനി അവർ പറഞ്ഞു ഇനി ഇയാൾക്ക് ഇവിടുന്ന് പെട്രോൾ തരാം, പക്ഷേ സബ്സിഡി ഇനത്തിൽ തരത്തില്ല. അപ്പം ആ റിലയൻസിന് ഒരു വലിയ നട്ടായിപ്പോൾ അത് തുടങ്ങിക്കട്ടെ. അപ്പം ഈ രീതിയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാളെ പറഞ്ഞു വിട്ടായിരുന്നു മോദി, ട്രംപ് അറിഞ്ഞായിരുന്നു. അതായത് അമേരിക്കൻ അംബാസഡർ സെർജിയോ
ഗോൾ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു US അംബാസഡർ ജാനുവരി 23 അദ്ദേഹം വന്നത് എന്തിനാണെന്നറിയാം? നമ്മുടെ ഒരു സൗഹൃദത്തിലേറും സൗഹൃദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിച്ചാടി മൊത്തവും തിരിച്ച് പോസ്റ്റേ തട്ടി ഗോൾ മൊത്തം പോസ്റ്റേ തട്ടിപ്പോയി. അപ്പോൾ ഇപ്പം ലോക വിപണി, അതായത് അമേരിക്കയ്ക്കകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന താരിഫ് യുദ്ധത്തിനകത്ത് അമേരിക്ക വിജയിച്ചു. എവിടെ? ബംഗ്ലാദേശിൽ വിജയിച്ചു, പാകിസ്ഥാനിൽ വിജയിച്ചു, ചൈനയിൽ വിജയിച്ചു, പക്ഷേ ഇന്ത്യയിൽ വിജയിച്ചില്ല. ബംഗ്ലാദേശിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഈ താരിഫ് യുദ്ധം ഏർപ്പെടുത്തിയപ്പോൾ പാകിസ്ഥാൻ 30% കയറ്റുമതി കുറഞ്ഞു, ബംഗ്ലാദേശിന് 19% കയറ്റുമതി കുറഞ്ഞു, ബംഗ്ലാദേശിന് 15% കയറ്റുമതി കുറഞ്ഞു, ചൈനയ്ക്ക് 19% കയറ്റുമതി കുറഞ്ഞു. ഇന്ത്യയുടെ അവസാനം സംഭവിച്ചതെന്ന് പറയും 22% കയറ്റുമതി കൂടി. കാരണം IT മേഖലയിലും മരുന്ന് മേഖലയിലും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മേഖലയിലും ഒക്കെ വേറെ രാജ്യത്തെ ആശ്രയിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് താല്പര്യമില്ല. കാരണം ചൈനയെ ആശ്രയിച്ചാൽ ചെന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഇത് കൂടാതെ അമേരിക്കൻ വ്യാപാരികൾ ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുക ട്രംപിന്. നടക്കത്തില്ല. കാരണം നമ്മളൊരു കാര്യം കൂടെ ചോദിച്ചു, ഇവിടെ എല്ലാവരും ചോദിച്ചല്ലോ, ചൈന നികുതി, ഇന്ത്യ നികുതി ഏർപ്പെടുത്തിയപ്പോൾ ചൈന തിരിച്ച് നികുതി ഏർപ്പെടുത്തിയില്ലേ? നമ്മളൊന്നും ഇറങ്ങാനൊന്നും പോയില്ല. എന്നാൽ ആരും അറിയാത്തൊരു കാര്യം, ഇവിടുത്തെ മാധ്യമങ്ങൾ മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്താൽ കഴിഞ്ഞ ദിവസം ഈ ചുമന്ന പയർന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്, അറിയാമോ? അമേരിക്കയിൽ അതിന് 30% നമ്മളങ്ങ് റേറ്റം കൂട്ടി. അമേരിക്കൻ വ്യാപാരികൾ, അതായത് ഇപ്പം വെളിയിൽ വരുന്ന വേറെ രസം, അമേരിക്കൻ വ്യാപാരികൾ ഇന്നലെ കത്ത് കൊടുത്തേക്ക് ഔദ്യോഗികമായി സെനറ്റ് അംഗങ്ങളെ സ്വാധീനിച്ച്, അതായത് പാർലമെൻറ്റിനകത്ത് മോദി ഇളക്കം ഉണ്ടാക്കി. അത് ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല, ഞങ്ങളുടെ സാധനമല്ല ഇവിടെ കെട്ടിക്കിടക്കുക, ഞങ്ങളുടെ ഇറക്കുമതി നടക്കത്തില്ല. അങ്ങനെ 30% ഈ താരിഫൂഡ് അല്ലെങ്കിൽ ഇന്ത്യ ഏർപ്പെടുത്തിയാൽ ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റില്ല. ഒന്നാമതേ ഇവന്മാരുടെ സോയാബീനും എല്ലാം കൂടെ കെട്ടിക്കിടക്കുക, ചൈനക്കാർ പ്രശ്നം ഉണ്ടാക്കി, നമ്മൾ സോയാബീൻ എത്ര പറഞ്ഞൊക്കെ നമുക്ക് വേണ്ടെന്ന് പറയും. മാത്രമല്ല ഇയാൾ ഈ താരിഫ് കൊണ്ടുവന്ന് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? താരിഫ് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വിപണി കൈയടക്കാനായിരുന്നു. അവിടുത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പാൽ നമ്മുടെ 11%, 9 മുതൽ 15% ക്ഷീര കർഷകർ ലോകത്തിലെ നമ്പർ 1 പാല് കയറ്റുമതി രാജ്യമായിട്ടുള്ളത് ഇവൻ്റെ അവിടുത്തെ പശുവിൻ്റെ നോൺ വെജ് പാലിവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, നടക്കത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ അവിടുത്തെ കാർഷിക പച്ചക്കറി എന്ന് വെച്ചാൽ ഇതും മാറ്റം വരുത്തിയ, ജൈവിക മാറ്റം വരുത്തിയ അതിവിടെ കൊണ്ടുവന്ന് നമ്മൾക്ക് തരുക, നമ്മളെ കൊണ്ട് തീറ്റിച്ചിട്ട് നമുക്ക് അസുഖം വരിക. ഈ തിന്നുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാർ ഇപ്പോഴേ റിസർച്ച് ചെയ്ത് വെച്ചേക്കുക, അതിനുള്ള മരുന്നുകൂടെ ഉണ്ടാക്കിക്കൊണ്ട്. സത്യമായിട്ടുള്ള കാര്യം ഇത് ഇവിടെ പറഞ്ഞു. ഇവിടുത്തെ കർഷകന് തട്ട് പറ്റുന്നതും ഇവിടുത്തെ ക്ഷീര കർഷകന് തട്ട് പറ്റുന്നതും ഒരു കാര്യത്തിനകത്ത് ഒരു കോംപ്രമൈസ്. 6 തവണത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ അറിയോ വ്യാപാരക്കാരർ, ഇപ്പോൾ ആട്ട് ഇന്ത്യയായിട്ട് നടന്ന വ്യാപാരക്കാർ 7ാമത്തെ ചർച്ചയിൽ മാധ്യമങ്ങൾ പോലും വിട്ടു. ഇന്ത്യക്ക് കുഴപ്പം വരുന്ന, ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ കുഴപ്പം വരുന്ന, അല്ലെങ്കിൽ ക്ഷീരമേഖലയിൽ കുഴപ്പം വരുന്ന ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യൻ വിപണി എല്ലാവർക്കും ആവശ്യമാണ്, അമേരിക്കയ്ക്ക് ഉൾപ്പെടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അമേരിക്ക വിരട്ടി ചുരുട്ടി കൂട്ടി നോക്കിയിട്ടൊന്നും നടക്കാതെ ഈ പറയുന്നത് സ്ഥിരമായ എക്കണോമിക്കൽ ഗ്രോത്ത്, സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക ഗ്രോത്ത്, ആ ഗ്രോത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഈ തകർന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ താരിഫ് ഒന്നുമില്ല, 500% പറഞ്ഞതേ ഉള്ളൂ, ഏർപ്പെടുത്തിയിട്ടല്ലേ. എൻ്റെ കായംകുളങ്കാരുടെ കല്യാണം പോലെ ഈ പറയുന്നല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഏർപ്പെടുത്തിയിട്ടൊന്നുമില്ല. 50% വെച്ചടിക്കുക, വീണ്ടും പുള്ളി മൂച്ച കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആളിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിക്കും. നമ്മൾ ഇതിനൊന്നും പീയൂഷ് ഗോയലും ജയശങ്കറും ഒന്നും ഈ പറയുന്ന നമ്മുടെ വ്യാപാരക്കാരർ ഉണ്ടാക്കണോ, നമുക്ക് താല്പര്യമൊന്നുമില്ല. ഇയാൾക്ക് വേണേൽ ഉണ്ടാക്കാം, പക്ഷേ ഈ കാര്യങ്ങൾ നമ്മളെ വിപണി അവർക്ക് കൈയടക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്നുമില്ല. പരസ്പര ധാരണയോടുകൂടി നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലോട്ട് വരും. അതുപോലെ തന്നെ വേറെ പണി ചെയ്തു. ഇപ്പം ജനുവരി 27 ഏറ്റവും, അതുകൊണ്ടാണ് ജനുവരി 26 ജനുവരി 27 ഏറ്റവും വലിയൊരു കരാർ 28 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഒരു പൈസ ഒരു ടാക്സും ഇല്ല, മൊത്തം സാധനം കയറ്റുമതി. ഈവൻ അന്ന് നമുക്ക് ടാക്സ് ഏർപ്പെടുത്തിയ രത്നങ്ങൾ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ, മരുന്നുകൾ, ഓട്ടോപാർട്സ് എല്ലാത്തിനകത്തും കയറ്റുമതി നടക്കും. അതൊരു തീർന്നല്ലോ. നമ്മളിവിടുത്തെ ഇപ്പം തന്നെ നമ്മുടെ സാധനം ഇത്രയും താരിഫ് ഏർപ്പെടുത്തിയിട്ട് അമേരിക്കക്കാർ മേടിച്ചുകൊണ്ടിരിക്കുന്നു. 20% ഉയർച്ചയാണ് ഉണ്ടായത്. അല്ല, ഈ ഒരു താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ഗ്രോത്ത് 8% ആയിരുന്നു. IMF പറഞ്ഞ് 7.5 വരത്തുള്ളൂ, നമ്മുടെ 8%ലേക്ക്. ഇപ്പം ഈ രീതിയിലേക്ക് 90കളിൽ തിട്ടൂരങ്ങൾ, താരിഫ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയാൽ വീഴുമായിരുന്ന അല്ലെങ്കിൽ കുമ്പിടുമായിരുന്ന ഇന്ത്യയിൽ നിന്ന് മാറി ഇന്ത്യ ലോകത്തിന് മൊത്തം വേണം, ഇന്ത്യ വിപണിക്ക് ലോകത്തിന് മൊത്തം വേണം, ഇന്ത്യയുടെ താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കാത്ത ഒരു താല്പര്യത്തിന് നമ്മളില്ല. ചേരിചേരാ നയമൊക്കെ അങ്ങ് മാറി കേട്ടോ. ഞാൻ പണ്ട് പറയത്തില്ല, ചേരിചേരാ നയം ഒരു ചെള്ളക്കടിച്ചാൽ മറ്റേ ചെള്ള കാണിച്ചു കൊടുക്കുന്ന ആ രീതിയൊക്കെ മാറ്റിയാൽ മതി. ചേരിചേരാ നയം വന്നിട്ട് ഒരു ചെള്ളക്കടിച്ചാൽ നമ്മൾ 2 ചെള്ളയ്ക്ക് ഓടിക്കും, പിന്നെ നടുവ് ചവിട്ടി ഓടിക്കും. ഇതായിപ്പോൾ ഇന്ത്യയുടെ നയം എന്ന് പറഞ്ഞു. അതായത് നമ്മളുമായിട്ട്
നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല, സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളോട് വിരോധിച്ചാൽ നമുക്ക് വിരോധം തന്നെയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഗുണമില്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി ട്രംപ് വരെ മുട്ടുമടക്കി. ട്രംപ് മുട്ടുമടക്കി എന്ന് പറയുമ്പോൾ വേറെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായേ പറ്റൂ. നിങ്ങൾ വേണേൽ സഹിച്ചേ പറ്റൂ. പരിശോധിച്ച് നോക്കി. ഇത് നരേന്ദ്രമോദി എങ്ങ് മുട്ടുടങ്ങി. ഇനിയിപ്പോൾ ഇന്ന് വല്ല വേറെ ഒന്നും ചബഹർ തുറമുഖത്തിന്റെ പണി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി വേറെ വല്ലതും കാരണം കാണും. അത് ഇതുപോലെ പിന്നെ മനസ്സിലാക്കിക്കോളൂ എന്താ കാരണം എന്നുള്ള കാര്യം. അതുകൊണ്ട് അവിടെ നില്ല ചാടാൻ വരട്ടെ. ഇന്ത്യ തീരുമാനിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടത്തിയിരിക്കുന്നു. അതായത് ഒരു നരേന്ദ്ര വിജയം തന്നെയാണ്. കാരണം നമ്മുടെ വിപണി ലോകത്തിന് മൊത്തം ആവശ്യമാണ്. അതേ രീതിയിൽ ഇന്ത്യയുടെ ഈ പ്രതിരോധ സംവിധാനത്തിലും അല്ലെങ്കിൽ എല്ലാ സംവിധാനത്തിലും ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിലും എല്ലാ രീതിയിലും വളർത്തിയെടുത്തിട്ടുണ്ട്. അത് ലോകത്തെ മൊത്തം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ താരിഫൊക്കെ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ GST അങ്ങോട്ട് കുറച്ച് കൊടുത്തപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് മേടിക്കാനുള്ള സാധനമേ ഉള്ളൂ ഇവിടെ. അത് നമ്മൾക്ക് മനസ്സിലായി. അതും ഈ ലോകത്ത് മൊത്തം ചർച്ച ചെയ്താൽ ഇവിടെ അതിനുള്ള വാങ്ങൽ ശേഷിയുണ്ട്. കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ളവന്മാർ ഇന്ത്യയിലുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം അവൻ്റെ 30 കോടി ജനമേ ഉള്ളൂ. 60 കോടി ജനം ഇവിടെ ആ സാധനം, അല്ലെങ്കിൽ നമുക്ക് 140 കോടി, നമുക്കിത് അസറ്റായിപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഏറ്റവും ഇത് അസറ്റ് തന്നെ. അതുകൊണ്ട് 68% ചെറുപ്പക്കാരാണ്. അവനങ്ങോട്ട് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഇട്ടു, അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരുക്കി കൊടുത്തപ്പോഴത്തേക്കും അവൻ പ്രവർത്തിച്ച് കയറി വരിക. കോടീശ്വരന്മാരുടെ കണക്കൊക്കെ, ഈ പുതിയ കണക്കൊക്കെ ഇന്നാളുടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും 1 കൊല്ലം ഉണ്ടാകുന്ന കോടീശ്വരന്മാർ ചെറുപ്പക്കാർ ഈ മറ്റേ സ്റ്റാർ അല്ലെങ്കിൽ മേലിലൊക്കെ വരുന്നതൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് വലിയ യൂറോപ്പ് പ്രായമാകുന്നു, ജപ്പാൻ പ്രായമാകുന്നു, അറിയാമോ? ചൈനയും അല്ലെ, ചൈനയിൽ ഈ കുഞ്ഞുങ്ങളെ നിരോധനം ഏർപ്പെടുത്തിയില്ല. അതിനിപ്പോൾ തുറന്നു കൊടുത്തിട്ടൊക്കെ പഴയ രീതിയിലാവുന്നില്ല. അപ്പോൾ ഇവിടെ അത് ഉണ്ടാ ജനസംഖ്യാ നിയന്ത്രണം വേണമെന്നുള്ളത് RS പറയാതെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആലോചിക്കാം. അപ്പോൾ ബുദ്ധി ആലോചിച്ചോണം. കാരണം ഈ അവർ ഏത് ജാതിയുടെ ആയാലും ഇന്ത്യക്കകത്തുള്ളതാണെങ്കിൽ അവൻ ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്തല്ലേ വരുന്നത്. അപ്പം ഈ രീതിയിലേക്ക് തളച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ.